ഹലോ ഫ്രണ്ട്സ്, ഐ എം രവികുമാർ ഫ്രം ഇറ്റലി. മനോഹരിയായ നമ്മുടെ ഭൂമിയിൽ 70% കടലാണ്, 10% മരുഭൂമിയും 10% വനഭൂമിയും, പിന്നെ ബാക്കിയുള്ള 10%-ത്തിലാണ് 829 കോടി മനുഷ്യരും വളർത്തുമൃഗങ്ങളും വസിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ 193 രാജ്യങ്ങൾ ആണുള്ളത്. മനുഷ്യർക്ക് സംസാരിക്കാൻ 7164 ഭാഷകളും 10,000 മതങ്ങളും ഉണ്ട്. പക്ഷേ രാഷ്ട്രങ്ങളുടെ പുരോഗമനത്തിൻ്റെ വിഷയത്തിൽ രാജ്യങ്ങളെ 5 തരത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത്. 1-ാം ലോകരാഷ്ട്രങ്ങൾ, 2-ാം ലോകരാഷ്ട്രങ്ങൾ, 3-ാം ലോകരാഷ്ട്രങ്ങൾ, 4-ാം ലോകരാഷ്ട്രങ്ങൾ, അവസാനം 5-ാം ലോകരാഷ്ട്രങ്ങൾ എന്നിവയാണവ. ഇവയിൽ 4-ഉം 5-ഉം ലോകങ്ങളിൽ ഇന്നും നാഗരികത അധികം ഒന്നും എത്തിനോക്കിയിട്ടില്ല എന്ന് പറയാം. വഴിയും വെളിച്ചവും വെള്ളവും വേണ്ടത്ര ഇല്ലാത്ത ആദിവാസി സമൂഹങ്ങളാണിവ. അമ്പും വില്ലും കൊണ്ട് മൃഗങ്ങളെ വേട്ടയാടി കായ്കനികൾ ശേഖരിച്ചും വനഭൂമികളിലും തരിശുഭൂമികളിലും ജീവിക്കുന്ന മനുഷ്യരുടെ ദേശങ്ങളാണിവ. ഇനി 3-ാം ലോകരാഷ്ട്രങ്ങളിൽ വഴിയും വെള്ളവും വെളിച്ചവും മനുഷ്യർക്കുണ്ടെങ്കിലും എല്ലാവർക്കും ഇല്ല എന്ന് പറയാം. ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കില്ല എന്ന അവസ്ഥയുള്ള രാജ്യങ്ങളാണ് 3-ാം ലോകരാഷ്ട്രങ്ങൾ. ഇനി 2-ാം ലോകരാഷ്ട്രങ്ങളിൽ കുറച്ചു ഭാഗം 1-ാം ലോകരാഷ്ട്രം പോലെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം 3-ാം ലോകരാഷ്ട്രം പോലെ തന്നെ തുടരുന്നു. ഇനി 1-ാം ലോകരാഷ്ട്രങ്ങൾ എന്നാൽ ജനാധിപത്യ നിയമങ്ങളും അവകാശങ്ങളും എല്ലാവർക്കും തുല്യം ആയതിനാൽ എല്ലാവർക്കും എല്ലാം അനുഭവിക്കാൻ സാധ്യതകൾ ഏറെയുള്ള രാഷ്ട്രങ്ങൾ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. എല്ലാവർക്കും പെൻഷൻ, എല്ലാവർക്കും സൗജന്യ മെഡിക്കൽ, പിന്നെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം. ഇവ 3ഉം ആണ് ഒരു 1-ാം ലോകരാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്നത്. ഉദാഹരണം ഇവിടെ കാണുന്നത് പോലെ യൂറോപ്പിലെ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള അതിശൈത്യത്തെ അതിജീവിക്കാൻ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും ഉള്ള എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും പാചക ഇന്ധനവും വെള്ളവും വെളിച്ചവും എത്തിച്ചു കൊടുക്കുന്നത് ഗവൺമെൻറ്റുകളുമായി കരാറുള്ള കമ്പനികൾ വഴി മൂലമാണ്. 1-ാം ലോകരാഷ്ട്രങ്ങളിൽ ജനസംഖ്യ നിയന്ത്രിതമായതിനാൽ വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് ഗവൺമെൻറ് ജോലിക്കായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതില്ല. 1-ാം ലോകരാഷ്ട്രങ്ങളിൽ ഒരു വ്യവസായം തുടങ്ങാൻ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന നിയമങ്ങൾ പാലിക്കുകയും കൃത്യമായി ടാക്സ് അടയ്ക്കുകയും ചെയ്താൽ